الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. സദഖല്ലാഹുൽ അലീം. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്ത് വഖഫ് മുസ്ലിം സമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായ, അവരുടെ ദീനിൻ്റെ ഭാഗമായ വഖഫ് സംവിധാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമവും ആ നിയമത്തിൻ്റെ ഭേദഗതികളുമൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. വഖഫ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ ദാനധർമ്മങ്ങളിൽ നിന്ന്, ദാനം ചെയ്യണമെന്നുള്ള അള്ളാഹുവിൻ്റെ ആഹ്വാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. ദാനധർമ്മത്തിന് ഇസ്ലാം വളരെയധികം പ്രാധാന്യമാണ് നൽകുന്നത്. ഞാൻ ഓതിവെച്ച ആയത്തിൽ, സൂറത്തുൽ ബഖറ 261 ആയത്തിൽ ദാനധർമ്മം കൊണ്ടുള്ള പ്രയോജനം, അതിൻ്റെ മഹത്വം എത്രത്തോളം വലുതാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്നവരുടെ ഉപമ കമസലി ഹബ്ബത്തിൻ അംബതത് 7 സനാബില ഫീ കുല്ലി സുംബുല, ഒരു വിത്തുമണിയെ പോലെയാണ് ആ ധാന്യമണിയിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടായി. ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ, എന്നാൽ 7 കതിരുകളിൽ ഓരോന്നിലും 100 വിത്ത് വീതമുണ്ടായി, 100 ധാന്യം വീതമുണ്ടായി.
വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അല്ലാഹുവിന് ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിക്കിരട്ടിയായി നൽകും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു അങ്ങേയറ്റം വിശാലമായ അറിവുള്ളവനാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമയിലൂടെ ദാനധർമ്മങ്ങളുടെ പ്രാധാന്യം, അത് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന എഫക്റ്റ് എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഭൂമിയിലും പരലോകത്തിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു വിത്തുമണി ദാനമായി നൽകുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രയോജനം എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഒരു വിത്തുമണി 7 ആകുന്നു, 7 പിന്നെ 700 ആകുന്നു എന്ന മാജിക്കാണ്. ധനം ചെലവഴിക്കുക, ധനം അല്ലാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക എന്നതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന നേട്ടം അത്രത്തോളം വലിയ പുണ്യമുള്ള കാര്യമാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുക എന്നുള്ളത്. അതിലൊന്നാണ് സ്വദഖ ചെയ്യുക എന്നുള്ളത്. സ്വദഖ 2 രീതിയിലുള്ളതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ സ്വദഖ, അതായത് ഇപ്പോൾ ചെയ്യുന്നു, അതിന്റെ പ്രതിഫലം, അതിന്റെ ആ എഫക്റ്റ്, അതുകൊണ്ടുള്ള പ്രയോജനം ആരാണോ ആ സ്വദഖ സ്വീകരിക്കുന്നത് അയാൾക്ക് കിട്ടും. അതോടുകൂടി അയാൾ അതിന്റെ ആ പ്രയോജനം അതോടുകൂടി അവസാനിക്കുന്നു. ഒരാൾക്ക് ചായ മേടിച്ചു കൊടുക്കുന്നു, ചായ കുടിച്ചു കഴിയുമ്പോൾ അയാളുടെ ശരീരത്തിലുണ്ടായി, പിന്നീട് തുടർച്ചയായി അയാൾക്ക് ചായ കിട്ടാനുള്ള ഒരു സംവിധാനം അതിലൂടെ ഇല്ല. ഒരു ചായ വാങ്ങി കൊടുത്തു, അത് കുടിച്ചു കഴിഞ്ഞു. എന്നാൽ തുടർച്ചയായി പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന, തുടർച്ചയായി ആളുകൾക്ക് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനമുണ്ട്. അതിന്റെ പേരാണ് സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖ എന്നുള്ളത്. ഉദാഹരണം, നമ്മളൊരു തോട്ടം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞു വെച്ചു ദാനം ചെയ്തു. എന്നിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്യുന്നു, ആ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവങ്ങൾക്ക് ആഹാരത്തിനുള്ള വകയായി എന്ന് കിട്ടിക്കൊണ്ടേയിരിക്കണം എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യുകയാണ്. അതൊരു ജാരിയായ സ്വദഖയാണ്. ഈ കൊടുത്തയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പോലും ആ തോട്ടം അവിടെ ഉണ്ടാകും. ആ തോട്ടം കൊണ്ടുണ്ടാകുന്ന പ്രതിഫലം തുടർന്നുകൊണ്ടേയിരിക്കും. ഇതേപോലെയാണ് ഒരു പള്ളി, അല്ലെങ്കിൽ ഒരു മദ്രസ, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വേറെ ഏതു മാർഗത്തിൽ ഇങ്ങനെ ഒരു ദാനം ഒരാൾ ചെയ്താലും അതിന്റെ പുണ്യകർമ്മം നിലനിൽക്കുന്നതാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിലൂടെ ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം നിലച്ചു പോകാതെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ദാനധർമ്മത്തിനെയാണ് സ്വദഖത്തുൻ ജാരിയ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഖതഅ അൻഹു അമലുഹു, അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും അറ്റുപോകും, അതോടുകൂടി മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ. സ്വദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നിലനിൽക്കുന്ന സ്വദഖ, ഔ ഇൽമിയുൻ തഫഉ ബിഹി, അല്ലെങ്കിൽ അയാൾക്ക് പ്രയോജനം ചെയ്ത അയാളുടെ വിജ്ഞാനം, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. ഈ 3 കാര്യങ്ങൾ ഒഴികെ എല്ലാ പ്രവർത്തനങ്ങളും ദുനിയാവിൽ നിന്ന് അവൻ വേർപെടുമ്പോൾ അവന് നറ്റുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ജാരിയായ സദഖകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് എന്ന വാക്കുണ്ടായത് വഖഫ എന്ന വാക്ക് എന്നാണ്. നിലനിർത്തി, നിന്നു, ഒരാൾ നിന്നു, തടഞ്ഞു വെച്ചു, ഒരു കാര്യത്തിനു വേണ്ടി മാത്രമായി സ്ഥിരപ്പെട്ട് അനങ്ങാതെ നിന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നമ്മൾ റോഡിലൂടെ ഗൾഫ് നാടുകളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ സ്ഥിരമായി കാണുന്ന ഒരു ബോർഡാണ് നിൽക്കുക, അവിടെ നിൽക്കുക, സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം. ഈ ബോർഡ്, ആ വാക്ക് ഖിഫ് എന്നുള്ള വാക്കുണ്ടായത് വഖഫ എന്നതിൽ നിന്നാണ്. അതിൽ നിന്ന് തന്നെയാണ് വഖഫ് എന്നതുണ്ടായത്. അതായത് ഒരു പ്രത്യേകമായ സമ്പത്ത്, ആ സമ്പത്തിന്റെ അസുര് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ ബേസിക്, ആ സമ്പത്തിന്റെ ആ പ്രോപ്പർട്ടി ഒരു പ്രത്യേകമായ കാര്യത്തിന് നിലനിർത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പ്രത്യേകമായ താൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യമാണോ ആ കാര്യത്തിന് വേണ്ടി സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കണം എന്നൊരാൾ തീരുമാനിക്കുകയും ചെയ്താൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു വഖഫാണ്. അങ്ങനെ വഖഫ് ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യകർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഉദാഹരണം, ഈ പള്ളി ഒരു വഖഫാണ്. അത് അത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. അതിന്റെ എന്നും ആ പള്ളിയിൽ വന്ന ആളുകൾ നമസ്കരിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നാളെയും നമസ്കരിക്കുന്നതാണ്. ഇതുകൊണ്ട്
പള്ളി കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രയോജനവും ഈ പള്ളിയിൽ നിന്നുണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഒരു ദിവസം അസ്തമിച്ചു പോകുന്നതല്ല. ഈ പള്ളി അതിനായി ഒഴിഞ്ഞു വെച്ചതാണ്. ഇവിടെ ഒരു സ്കൂൾ തുടങ്ങാൻ അനുവാദമില്ല, അതല്ലെങ്കിൽ ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുവാൻ അനുവാദമില്ല. കാരണം ഈ പള്ളി വഖഫ് ചെയ്ത ആളുകൾ ഇതൊരു പള്ളിക്ക് വേണ്ടി തന്നെയാവണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് വഖഫിന്റെ പ്രത്യേകത. ഒരു പ്രത്യേക നിയത്തിന് വേണ്ടി അവിടെ തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. ഇനി പള്ളി പോകട്ടെ, ഒരാൾ തന്റെ സമ്പത്ത് ഹോസ്പിറ്റലിന് വേണ്ടി നിയത്ത് ചെയ്തു എങ്കിൽ നാളെ അവിടെ സ്കൂൾ തുടങ്ങാൻ, അവിടെ പള്ളി പണിയുവാൻ അനുവാദമില്ല, അവിടെ മദ്രസ പണിയുവാൻ അനുവാദമില്ല, അവിടെ വെയിറ്റിംഗ് ഷെഡ് പണിയുവാൻ അനുവാദമില്ല. ആ വാക്കിഫ്, വഖഫ് ചെയ്യുന്ന ആളുകൾക്ക് പറയുന്ന പേര് വാക്കിഫ് എന്നാണ്. വാക്കിഫ് തന്റെ സമ്പത്ത് വഖഫ് ചെയ്തതുകൂടെ എന്താണോ ഉദ്ദേശിച്ചത് അതല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ അനുവാദമില്ല. വഖഫ് ചെയ്യുന്ന ആളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആളുടെ പേരാണ് മുതവല്ലി എന്നുള്ളത്. സമ്പത്ത്, ആ വഖഫ് സ്വത്തിന്റെ മാനേജർ എന്നാണ് ഇതിന്റെ പേര്. അപ്പോ വഖഫ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ബേസാണ്. ഇസ്ലാം പരിചയപ്പെടുത്തിയ, ഇസ്ലാം ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു ജനസേവന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സംവിധാനമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ 92-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ചിലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം ലഭ്യമാവുകയില്ല. വലാ വമാ തുൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ എന്തെല്ലാമാണോ ചിലവഴിക്കുന്നത് അത് അള്ളാഹുവിനെ നന്നായി അറിയുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന്റെ പണം കൂടിയത് കൊണ്ട് മാത്രമല്ല, മറ്റു പല പല അറ്റാച്ച്മെന്റുകളായിരിക്കും ഒരാൾക്ക് അയാളുടെ സമ്പത്തിനോടുണ്ടാകുന്നത്, ഒരാൾക്ക് അയാളുടെ പറമ്പിനോടുണ്ടാകുന്നത്, ഒരാൾക്ക് അയാളുടെ വാഹനത്തോടുണ്ടാകുന്നത്. അത് ഏത് രൂപത്തിലുള്ളതാവട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ബലമതിക്കുന്നതായി നിങ്ങൾ കരുതുന്നത് എന്തോ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്നത്. അങ്ങനെ ചെലവഴിക്കുമ്പോഴാണ് അങ്ങനെ ചെലവഴിച്ചാലല്ലാതെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല എന്ന ആയത്ത് അവതരിച്ചപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് പല പല തോട്ടങ്ങളുണ്ട്, പക്ഷെ എനിക്കത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തോട്ടം എന്നുള്ളത് ഖൈബർ യുദ്ധവേളയിൽ എനിക്കായി വിഭജിച്ചു നൽകിയ അനീമത്ത് സ്വത്തുക്കളുടെ കൂട്ടത്തിലുള്ള ആ തോട്ടമാണ്. ഈ ആയത്ത് കേട്ടതോടുകൂടി ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബ്ബിസിൽ അസ്ല. ആ ബേസ്, ആ പ്രോപ്പർട്ടി എന്ന ബേസ് നീ നിലനിർത്തണം. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലം ആളുകൾക്ക് സ്വതക്ക ചെയ്യണം, ഫീ സബീലില്ലാഹ് ആക്കണം. അപ്പോ ആ പ്രോപ്പർട്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ വിഭജിച്ചു കൊടുക്കാതെ ആർക്കും അനന്തരം എടുത്ത് മരണപ്പെടുമ്പോ, എന്റെ സ്വത്ത് ഞാൻ മരണപ്പെടുമ്പോ അനന്തരം എടുക്കുമല്ലോ, അങ്ങനെ അനന്തരം എടുത്തു പോവാതെ ആർക്കും വിഭജിച്ചു പോവാതെ വിറ്റുകളയുവാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ അത് ഒരു പ്രത്യേകമായ ഉദ്ദേശത്തിന് എന്നും ജനങ്ങൾക്ക് ആ ഉദ്ദേശം, ആ ഗുണം കിട്ടത്തക്ക രൂപത്തിൽ അതിനെ തടഞ്ഞു വെക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ അതിനെ നിലനിർത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുകയുണ്ടായി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹഫ്സ, തന്റെ മകൾ ഹഫ്സയെ അതിന്റെ മുത്തവല്ലിയായി, തന്റെ ഈ സമ്പത്തിന്റെ മാനേജരായി ചുമതലയേൽപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് വഖഫ് എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ വഖഫ് ഏതാണ് എന്ന് പണ്ഡിതന്മാർ പല രൂപത്തിലുള്ള അഭിപ്രായം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ ആദ്യമായി വഴിയിൽ പണിത ഖുബാ മസ്ജിദാണ് എന്നും അതിനുശേഷം മസ്ജിദുൻ നബവിയാണ് എന്നും അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, പൊതുജനങ്ങൾക്ക് ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു വഖഫ് എന്ന നിലയിൽ ആദ്യമായി ചെയ്തത് ജൂത പണ്ഡിതനായ മുഖൈരിഖ എന്ന് പറയുന്ന ആൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അദ്ദേഹം ഉഹദ് യുദ്ധത്തിന് പങ്കെടുക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് തന്റെ 7 തോട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വസിയത്ത് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ മരണമടഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം തനിക്കായി വസിയത്ത് ചെയ്ത തോട്ടം മുസ്ലിങ്ങളുടെ പൊതുസ്വത്തായി പ്രഖ്യാപിക്കുകയും ആ തോട്ടത്തിന്റെ പ്രയോജനം, ആ തോട്ടമായി നിലനിൽക്കുന്നതോടൊപ്പം അതാർക്കും വിഭജിച്ചു പോവാതെ, അതാർക്കും അനന്തരമെടുക്കുവാൻ കഴിയാതെ, എന്നാൽ അത് മുസ്ലിങ്ങൾക്ക്
മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ലഭിക്കുന്ന രൂപത്തിൽ അതിനെ ഫിക്സ് ചെയ്ത ഒരു സംവിധാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലനിർത്തുകയുണ്ടായി. ഇതൊക്കെയാണ് വഖഫിന്റെ ആദ്യ രൂപം എന്ന രൂപത്തിൽ നമുക്ക് മുഫസ്സിറുകൾ പരിചയപ്പെടുത്തി തരുന്നത്, ഇസ്ലാമിക ചരിത്രകാരന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹു അൻഹു റൂമാ കിണർ എന്നറിയപ്പെടുന്ന ആ മദീനയിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്ന സമയത്ത് യഹൂദൻ ഓരോ വെള്ളത്തിനും ഓരോ കോരി വെള്ളത്തിനും വില വാങ്ങി വിറ്റുകൊണ്ടിരുന്ന സമയത്ത് ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കിണർ വിലയ്ക്ക് വാങ്ങി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ വഖഫ് ചെയ്തു. ഇതൊക്കെ ഇസ്ലാമിന്റെ വഖഫ് ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ആദ്യകാല സംഭവങ്ങളാണ് എങ്കിൽ തുടർന്ന് ഇസ്ലാമിന്റെ വിശാലമായ ചരിത്രങ്ങളിൽ ഈ വഖഫിന്റെ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പള്ളികളായി, സ്കൂളുകളായി, സർവകലാശാലകളായി, ലൈബ്രറികളായി, ആശുപത്രികളായി, റോഡുകളായി, അതേപോലെ മുസാഫർ ഖാന എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന വെയിറ്റിംഗ് ഷെഡുകളും, അതേപോലെ സഞ്ചാരികൾക്ക്, യാത്രക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഇത്തരം സംവിധാനങ്ങളായി, ജലസംഭരണികളായി, പക്ഷികൾക്കും മൃഗങ്ങൾക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വഖഫ് സംവിധാനങ്ങളായി, അതേപോലെ തന്നെ വളരെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്തംബൂളിൽ പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങളായി, അതേപോലെ അതേ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ കല്യാണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന മണവാട്ടുകളെ ഒരുക്കുവാനുള്ള വഖഫ് സംവിധാനങ്ങളായി, അതേപോലെ ആരോരും സംരക്ഷിക്കാനില്ലാത്ത വയോജനങ്ങളെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങളായി ഒക്കെ വഖഫ് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വലിയ പ്രശസ്തമായി ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമുണ്ട്. അദ്ദേഹം ദമസ്കസിലെ കോട്ടയുടെ ഒരു ഭാഗത്ത് മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള രണ്ട് ചാലുകൾ സ്ഥാപിച്ചു എന്നുള്ളതാണ്. ആ മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് ഒരു ചാലിലൂടെ പാലും മറുചാലിലൂടെ ജ്യൂസും യഥേസമയം ആവശ്യമനുസരണം എടുക്കുവാൻ രൂപത്തിൽ അവിടെ ആർക്കും ഏത് മതമാണ് എന്ന് നോക്കാതെ ആർക്കും എടുക്കുവാൻ കഴിയുന്ന രൂപത്തിൽ അദ്ദേഹം സംവിധാനിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഒരു തിലകക്കുറിയ എടുത്തു പറയേണ്ട ഒന്നായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാം ലോകത്തിന് പരിചയപ്പെടുത്തിയ, ഇസ്ലാമിലൂടെ ലോകം കണ്ട വളരെ വലിയ ഒരു സംവിധാനവും എല്ലാ വിഭാഗം ആളുകൾക്കും പ്രയോജനം ലഭിക്കുന്നതും പക്ഷി മൃഗാദികൾക്ക് പോലും അതുകൊണ്ട് ഗുണം ലഭിക്കുന്നതുമായ ഒരു സംവിധാനത്തിന്റെ പേരാണ്. ഈ പല യാത്രികന്മാരും ഇസ്ലാമിക രാജ്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച യാത്രികന്മാർ അവരുടെ യാത്രാ വിവരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഖഫ് എന്ന് പറയുന്ന എൻഡോമെന്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പണം ഒഴിഞ്ഞു വെക്കുന്ന ഈ സംവിധാനം യഥാർത്ഥത്തിൽ ഇസ്ലാം തന്നെയാണോ, ഇസ്ലാം അതുതന്നെയാണോ ഇസ്ലാം എന്നൊക്കെ അവർ ആശ്ചര്യഭരിതരായി, അത്രത്തോളം മുസ്ലിമുകൾ ഈ കാര്യത്തിൽ വ്യാപൃതമായത് കണ്ട് ആശ്ചര്യഭരിതരായി അവർ ചോദിക്കുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിൽ നിയമങ്ങളുണ്ട്. എന്തൊക്കെ സ്വത്താണ് വഖഫ് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്വത്തുക്കൾ വഖഫ് ചെയ്യുവാൻ പാടില്ല, ആരാണത് കൈകാര്യം ചെയ്യേണ്ടത്, അതിന്റെ മുതവല്ലിമാർ, അതിന്റെ മാനേജർമാരുടെ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ് എന്ന നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും സകാത്തിന്റെയും ഫർളും ഷർത്തുകളും പഠിപ്പിക്കുന്നത് പോലെ ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളിൽ പഠിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ടത്, അതായത് വഖഫിന്റെ മാനേജർമാർ, വഖഫ് സ്വത്തിന്റെ മാനേജർമാർക്ക് ഉണ്ടാവേണ്ട യോഗ്യത എന്താണ്? അവർ വിശ്വസ്തരായിരിക്കണം, കാര്യഗ്രഹണ ശേഷിയുള്ളവരായിരിക്കണം, അല്ലാഹു തന്ന അമാനത്തുകൾ അതേ ഗൗരവത്തോടുകൂടി പരിപാലിക്കുന്നവരാവണം, അല്ലാഹുവിന്റെ അടുക്കൽ നാളെ മറുപടി പറയേണ്ടി വരും എന്ന ബോധ്യമുള്ളവരായിരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ച എന്താണ്? ആ ചർച്ചയിൽ വഖഫ് സ്വത്ത് ഇതുവരെയും മുസ്ലിങ്ങളായി
ആയിരിക്കണം അതിന്റെ പരിപാലകർ എന്ന നിയമം മാറ്റി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആർക്കും അതിന്റെ കൈകാര്യകർത്താക്കളായി അതിന്റെ മുത്തവല്ലിമാരായി കടന്നു വരുവാനുള്ള സ്കോപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ വഖഫ് സ്വത്തുക്കൾ ഇപ്പോ പലവിധ വഖഫ് സ്വത്തിന്റെ കയ്യേറ്റവും വലിയൊരു കാര്യമാണ്. എത്രത്തോളം വഖഫ് സ്വത്തുണ്ടോ അത്ര തന്നെ കയ്യേറുകയും ചെയ്തിട്ടുണ്ട് എന്ന് അതൊന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ അതിനെയൊക്കെ എങ്ങനെ തീർപ്പ് കൽപ്പിക്കണം എന്നുള്ളിടത്ത് അത് മറ്റേതൊരു സ്വത്ത് പോലെയും കണ്ടുകൊണ്ട് അത് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംവിധാനം മറ്റേതൊരു റവന്യൂ തർക്കം പോലെയും ഇതിനെ കാണുകയും അങ്ങനെ അത് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യണം എന്ന നിയമം കൊണ്ടുവരികയാണ്. കേൾക്കുമ്പോൾ വളരെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ആരാണ് ഈ വഖഫ് സ്വത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ? നമ്മുടെ സ്വത്താണ് എങ്കിൽ നമ്മളത് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി അത് ചെയ്യുന്നതാണ്. എന്നാൽ അതിന്റെ കൈകാര്യകർത്താക്കൾ വേട്ടക്കാർ തന്നെയാവുകയും വേട്ടക്കാരുടെ ആളുകൾ അതിന്റെ ഓണർമാരും അതിന്റെ മുത്തവല്ലിമാരും കേസ് നടത്തേണ്ട ആളുകളും കളക്ടറുടെ അടുക്കൽ രേഖകളുമായി പോവേണ്ട ആളുകളും ആവുകയും ചെയ്യുമ്പോൾ, എന്നാൽ ഈ രേഖകൾ ഏതോ നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളുടെ പേരിൽ എഴുതി ചേർത്ത അവരുടെ സമ്പത്തായി പല ആളുകളും നിയത്ത് ചെയ്ത് കൊണ്ടു നടത്തപ്പെടുന്ന ഈ സ്വത്തിന്റെ എല്ലാം രേഖകളും അടിയാധാരങ്ങളും എവിടുന്ന് കിട്ടാനാണ് എന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ വളഞ്ഞ വഴിയിലൂടെ ഇസ്ലാം മുസ്ലിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഈ വഖഫ് സ്വത്തുക്കൾ മറ്റു പലതിനെയും പോലെ കൈവശപ്പെടുത്തുവാനും അതെല്ലാം അട്ടിമറിക്കുവാനുമുള്ള ഭരണകൂട തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് വഖഫിന്റെ നിയമം എന്താണ്. വഖഫ്, ആ വഖഫ് ചർച്ചയാകുവാനുള്ള ഇപ്പോഴത്തെ സാമൂഹിക പ്രാധാന്യമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാം ഒരു സമ്പത്തും വെറുതെ ഇടുവാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കൃഷിഭൂമി പോലും അത് വെറുതെ ഇടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം നൽകുന്നില്ല എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ രാജ്യത്താണ് എങ്കിൽ വെറുതെ കിടക്കുന്ന തരിശു നിലം നമ്മൾ നിന്ന് പിടിച്ചെടുത്ത് കർഷകന് കൊടുക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഇത്രയേറെ, അതായത് പറയപ്പെടുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് സംവിധാനവും ഇന്ത്യയുടെ റെയിൽവേ സംവിധാനവും കഴിഞ്ഞാൽ ഒരു പൊതു സംവിധാനം ഏറ്റവും കൂടുതൽ സമ്പത്ത് കൈവശം വെക്കുന്നത് വഖഫ് ബോർഡാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ വഖഫിൽ നിന്ന്, വഖഫ് സ്വത്തുക്കളിൽ നിന്ന് അതിനെപ്പറ്റി ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായ ഭൂമികൾ ആ അധീനതയിലുള്ള ഈ വഖഫിന്റെ സംവിധാനത്തിന് വാർഷികമായി കിട്ടുന്ന വരുമാനം 200 കോടിയിൽ താഴെ മാത്രമാണ് എന്ന് വരുമ്പോ ഈ സംവിധാനവും ഇതിന്റെ സമ്പത്തുകളും ഉപയോഗപ്പെടുത്താതെ, യൂട്ടിലൈസ് ചെയ്യാതെ കിടക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. എന്നാൽ വഖഫ് ബോർഡിന്റെ സ്കൂളുകളുണ്ടോ? വഖഫ് ബോർഡിന്റെ കോളേജുകളുണ്ടോ? വഖഫ് ബോർഡിന്റെ ആശുപത്രികളുണ്ടോ? ആരോടാണ് ചോദിക്കുന്നത്? എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനുള്ള വക മാത്രമാണ്. ആ രൂപത്തിലാണ് ഞാൻ പറയുന്നത്. ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ ആരും പഴിചാരിയിട്ടോ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്താണോ അതിനെയൊക്കെ ഈ രൂപത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഈ പറയുന്നതിന്റെ ഒക്കെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോ ഈ കാര്യങ്ങളെ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിനെ യൂട്ടിലൈസ് ചെയ്യുക, അതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഈ വഖഫ് സ്വത്തിന്റെ കാര്യത്തിലും വേണ്ടതായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതോടൊപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പള്ളിയാവട്ടെ, നമ്മുടെ മദ്രസകളാവട്ടെ, നമ്മുടെ പേരിൽ പൊതുസമൂഹം, ഇസ്ലാമിക സമൂഹം, മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ പേരിൽ നമ്മളുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ സമ്പത്തുകളും ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പരമാവധി ജാതി മത ഭേദമന്യേ പരമാവധി എല്ലാ ജീവജാലങ്ങൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ എങ്ങനെ ചിലവഴിക്കുവാനും എങ്ങനെ സെറ്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ വളർത്തു മൃഗങ്ങൾക്കും യാത്രക്കാർ കൊണ്ടുപോകുന്ന മൃഗങ്ങൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ സംവിധാനിച്ച വലിയൊരു സംവിധാനമാണ് വഖഫ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ പള്ളികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിന്റെ പൊതുസ്വത്തുക്കൾ, ഈ പൊതുസ്വത്തുക്കളൊക്കെയും എല്ലാ മനുഷ്യർക്കും ആശയാവുന്ന, അവരുടെ അഭയകേന്ദ്രമാകുന്ന, അവരുടെ വേദനകൾക്ക് പരിഹാരമാകുന്ന സംവിധാനമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതിനൊരു പറയുവാനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. വയനാട്ടിലെ ഈ പ്രളയത്തിന്റെ വേളയിൽ ഒരു ചേച്ചി എഴുതിയ കുറിപ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ആ
അവർ പറയുകയാണ്, ആ പള്ളിയുടെ കോളാമ്പി, ആ കോളാമ്പി എന്നുയർന്ന കൂട്ടമായുള്ള പാതിരാത്രിയിലുള്ള ബാങ്കാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. പള്ളിയിലേക്ക് എല്ലാവരും വരണമെന്ന് വിളിച്ചു പറയുമ്പോ ഈ പള്ളിയിൽ സ്ത്രീകളെ പോലും കയറ്റാത്ത പള്ളിയിൽ ഒരു അന്യമതസ്ഥയായി ഞാൻ എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോ ഞാനും എന്റെ മക്കളുമായി വിഷണ്ണയായി എന്ത് ചെയ്യണമെന്നറിയാതെ ഓരിത്തരിക്കുന്ന മഴയത്ത് ഞങ്ങളിങ്ങനെ കണ്ണുന്നിട്ട് നിൽക്കുമ്പോ പള്ളിയിൽ നിന്ന് രണ്ടാളുകൾ വന്നു. വെളിച്ചവുമായി വന്നിട്ട് പറഞ്ഞു, ചേച്ചി നിങ്ങൾ ഇവിടെ നിൽക്കരുതേ, നിങ്ങൾ പള്ളിയിലേക്ക് വരണം. അങ്ങനെ ഞാൻ പള്ളിയിൽ സന്തോഷത്തോടെ പോയി. രാവിലെ നോക്കുമ്പോ എന്റെ വീടിന്റെ ആ മേൽക്കൂര മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതായി ആയ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആ പള്ളിയിലെ കോളാമ്പി ഇന്നെന്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണ്. ഇതേ പള്ളിയെ സംബന്ധിച്ച് 5-6 വർഷങ്ങൾക്ക് മുമ്പ് 2 പേർ എന്റെ അടുക്കൽ വന്നു. അതിലൊരാൾ മുസ്ലിമാൻ, ഒരാൾ മുസ്ലിമാൻ. ഇവർ വന്നിട്ടൊരു പരാതി, ഒരു പേപ്പർ എന്റെ കയ്യിൽ തന്നു. എന്നിട്ട് ഇതിൽ ഒപ്പിടാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് വായിച്ചു നോക്കിയപ്പോ എന്റെ വീടിന്റെ അടുത്ത് മുസ്ലിം പള്ളിയാണ്. ആ പള്ളിയിൽ ഉയരുന്ന ബാങ്കുകളും ആ പള്ളിയിലെ മൈക്കുമൊക്കെ എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ പള്ളി ഇവിടുന്ന് പൂട്ടണം, ഇവിടെ ഉണ്ടാകുവാൻ പാടില്ല, അതിന് കളക്ടർ ഇടപെടണം എന്ന പരാതിയായിരുന്നു. ഞാൻ ആ പരാതി വലിച്ചു കീറി അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ചായ വേണോ എന്ന്. അപ്പോൾ വന്നവർ പറഞ്ഞു, നീ ഇതിന്റെ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചുപോയി. ഇപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ പള്ളിയിൽ അന്ന് അവർ എടുത്തു മാറ്റുവാൻ പറഞ്ഞ ആ കോളാമ്പിയിൽ ഉയർന്ന ആ കൂട്ട ബാങ്കാണ് ഇന്നെന്റെയും മക്കളുടെയും ജീവൻ നിലനിർത്തുന്നത് എന്ന് വികാരഭരിതരായി അവർ പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതുസ്വത്തുക്കളെല്ലാം മനുഷ്യരുടെ ആശയവും അവർക്ക് ജീവിതവും അവർ കത്താണിയുമാകുന്നതാവണം. അതിന്റെ മുന്നിൽ നമ്മളുടെ അത് അവർക്ക് പറ്റുമോ, ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള മസാലകളും അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലുപരി ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരം വഖഫ് സ്വത്തുക്കൾ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഈ വഖഫ് സ്വത്തുക്കൾ മാത്രമല്ല, യഥാർത്ഥ വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാം തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇങ്ങനെ ചില നമ്മളുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് കൊള്ള ചെയ്യാൻ സാധിക്കാം, ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് അടിച്ചു മാറ്റുവാൻ സാധിക്കാം. എന്നാൽ ഇസ്ലാം തന്നെയാണ് നമ്മുടെ വഖഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിം 24-25 ആയത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാ. കലിമതൻ തയ്യിബ, ഇസ്ലാമിന്റെ ആദർശവാക്യം എന്നുള്ളത് ഭൂമിയിൽ ആഴ്ന്നു വേരിറങ്ങിയ ആകാശത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കാലദേശ ഭേദമന്യേ എല്ലാവർക്കും തണലൊരുക്കുന്ന, എല്ലാവർക്കും ഫലങ്ങൾ കൊടുക്കുന്ന അത്തരം ഒരു വൃക്ഷമാണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാമിന്റെ വഖഫ് എന്ന് പറയുന്നത് ശത്രുക്കൾ വിചാരിക്കുന്നത് പോലെ കേവലം സമ്പത്തുകൾ അടിച്ചു മാറ്റുമ്പോൾ തീർന്നു പോകുന്നതല്ല, കേവലം സമ്പത്തുകൾ അടിച്ചു മാറ്റിയാൽ ഇല്ലാതാവുന്നതല്ല. ഈ മുസ്ലിം ഇവിടെ ഉള്ളിടത്തോളം, ഇസ്ലാം ഇവിടെ ഉള്ളിടത്തോളം മനുഷ്യരാശിക്ക് പ്രയോജനം ചെയ്യുന്ന ഏറ്റവും വലിയ വഖഫായിട്ട് അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. അത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ആളുകളായി മാറുവാൻ, അങ്ങനെയുള്ള വീക്ഷണങ്ങളുടെ ആളുകളാകുവാൻ, അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ വെച്ചു പുലർത്തുന്നവരാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഉദവിയും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹു ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ വഖബീഅത്തിൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.